ഞാൻ സംരംഭം തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരു സമയമായിരുന്നു. സമയത്ത് നമുക്ക് ആകെ +2 വരെ വിദ്യാഭ്യാസമുള്ളൂ, തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അങ്ങനെ വന്നപ്പോൾ എന്തെനിക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ മോളുടെ ഭാവി സുരക്ഷിതമാക്കാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ചപ്പോഴാണ് എനിക്കൊരു ബിസിനസ് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്നുള്ള ചിന്തയിലേക്ക് ഞാൻ വന്നത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂര് തളിക്കുളം എന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ കാന്താരീസ് എന്ന ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവരിവിടെ മെയിനായിട്ടും പിക്കിൾസ്, അതും ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി പിക്കിൾസ്, മീനിന്റെ അച്ചാറുകൾ, സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഇവരിവിടെ പുതിയതായിട്ട് ഓയിൽ മില്ലും അതുപോലെ തന്നെ ഫ്ലവർ മില്ലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിയുള്ള മെഷീൻസ് എല്ലാം തന്നെ നമ്മുടെ മെഷീൻ ഹബിൽ നിന്നാണ് ഇവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഷോപ്പിന്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നേരെ നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്തേക്ക് പോകാനുള്ളതാണ്. അപ്പൊ മനുഷ്യ ചേച്ചിയാണ് എന്റെ കൂടെ ഉള്ളത്. ചേച്ചി, എത്ര നാളായി ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ട്? നമ്മള് 3 വർഷമായി തുടങ്ങിയിട്ട്. 3 വർഷമായി വീട്ടിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ ഡെവലപ്പ് ചെയ്തപ്പോ നമ്മള് ഒരു സ്പേസിലേക്ക് മാറിയതാണ്, ഒരു ഷോപ്പ് എടുത്ത് മാറിയതാണല്ലേ. എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രോഡക്ട്സ്? നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രോഡക്റ്റുകൾ 50 തരം അച്ചാറുകളാണ്. 50 തരം അച്ചാറ്? 50 തരം അച്ചാറുകൾ, വെറൈറ്റി ആയിട്ടുള്ള നോൺ വെജും വെജും ആയിട്ടുള്ള അച്ചാറുകൾ, അതും യാതൊരു വിധമായോ ഇല്ലാതെ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യുന്ന അച്ചാർ. വീട്ടിൽ ചെയ്യുന്ന അതേ സംഭവം തന്നെ? അതെ അതെ അതെ, അതേ ക്വാളിറ്റിയോട് കൂടി തന്നെ പുറത്തേക്ക് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ 5 അച്ചാറിൽ നിന്ന് തുടങ്ങിയതാണ്. അത് ഡെവലപ്പായി 50 അച്ചാറുകൾ, അനുബന്ധമായിട്ടുള്ള മറ്റുള്ള പ്രൊഡക്ട്സും നമ്മളെ വീട്ടിലേക്ക് വേണ്ട മുളക്, മല്ലി, മഞ്ഞൾ, അങ്ങനത്തെ എല്ലാ പ്രൊഡക്റ്റുകളും ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വലിയ സ്പേസിലേക്ക് മാറിയത്. ചിപ്സും ഉണ്ട്. ചിപ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ? അതിപ്പോ തുടങ്ങിയതാണോ? അല്ല, അത് ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട്. ചേച്ചിയുടെ 3 വർഷമായിട്ട് പിക്കിൾസും അതുപോലെ തന്നെ ചിപ്സ് സംഭവം ചെയ്യുന്നതാണ്. ഇപ്പൊ ഒരു ഷോപ്പിലേക്ക് മാറിയിട്ട് ഇപ്പൊ ഈ അടുത്ത് മാറിയിട്ടുള്ളൂ. ഈ അടുത്ത് മാറിയപ്പോഴാണ് ഓയിൽ മില്ലും അതുപോലെ തന്നെ ഫ്ലവർ മില്ലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് പരിചയപ്പെടുത്തി കൊടുത്താലോ? ഇവിടെ അച്ചാറുകൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. അപ്പൊ ഏതൊക്കെയാണ് ചേച്ചിനെ പറഞ്ഞോളൂ, ഏതൊക്കെയാണ്? നമ്മളിപ്പോ നമ്മുടെ ബെസ്റ്റ് സെല്ലർ ഐറ്റം ആയിട്ടുള്ള കല്ലുമ്മക്കായ നമ്മൾ 250 ഗ്രാം മുതൽ അവൈലബിൾ ആണ്. കല്ലുമ്മക്കായ അച്ചാറാണ് നമ്മുടെ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഐറ്റം. ഇതൊന്നും അധിക സ്ഥലത്ത് നമ്മൾ കാണാത്തതാണ്. അത് നല്ല വീട്ടിലുണ്ടാക്കുന്ന പോലെ അത്രയും ക്വാളിറ്റിയിൽ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുള്ളതാണ്. കല്ലുമ്മക്കായ വരുന്നുണ്ട്. പിന്നെ ഏതൊക്കെയാ? പിന്നെ കാടക്കോഴിയുടെ അച്ചാർ. കാടക്കോഴി, അടിപൊളി വെറൈറ്റി, ഫുൾ വെറൈറ്റി സംഭവങ്ങളാണ്. ഇതൊക്കെ ചെറിയ ബോക്സ് ഔട്ട് ഉണ്ട് അല്ലേ? അതെ, ചെറിയ ബോക്സ് ഔട്ട്. പിന്നെ കുട്ടികൾക്ക് ഇപ്പൊ നമ്മള് സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ജാമിലൊക്കെ മായങ്ങൾ അടങ്ങിയിട്ട് വരുന്നതാണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത ഹോം മെയ്ഡ് ആയിട്ടുള്ള ജാമാണ്. അതായത് എസൻസ് ഒന്നും ചേർക്കാതെ, മുന്തിരി ആണെങ്കിൽ മുന്തിരിയുടെ പൾപ്പ് തന്നെ എടുത്തിട്ട് ഉണ്ടാക്കുന്ന എല്ലാ ഫ്രൂട്ട്സിലും മിക്സഡ് ഫ്രൂട്ടും ഉണ്ട്, പല പല ഫ്രൂട്ട്സും ഉണ്ട്. നമ്മള് മെയിൻ ആയിട്ട് പൈനാപ്പിളും മുന്തിരിയാണ് ചെയ്യുന്നത്. ഇത് മുന്തിരിയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഏതൊക്കെയാണ് വരുന്നത്? പിന്നെ ഇത് മത്തി അച്ചാറാണ്. നമ്മള് മത്തി എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, സ്മെല്ലാന്ന് പറഞ്ഞിട്ട്. അപ്പൊ പക്ഷേ അച്ചാറിൽ യാതൊരു വിധ സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീനച്ചാറാണ് മത്തി അച്ചാർ. അതുപോലെ മത്തി അച്ചാർ വരുന്നുണ്ട്. പിന്നെ നെല്ലിക്ക വരുന്നുണ്ട്. അതുപോലെ നാരങ്ങ പിരളൻ, വെളുത്തുള്ളി പിരട്ട്, കാന്താരീസ്. ഇതാണ് വരുന്നത്. കാന്താരീസ് ഹോം മെയ്ഡ് എന്നാണ് സ്ഥാപനത്തിന്റെ പേരും ബ്രാൻഡിങ് ഒക്കെ വരുന്നത്. ഇതും വെളുത്തുള്ളിയുടെ തന്നെയാണ്. ഇത് വലിയ ബോക്സ് അല്ലേ? അതെ അതെ. പിന്നെ ഇതവിടെ ബീഫിന്റെ അച്ചാർ വരുന്നുണ്ട്. ബീഫ് അച്ചാർ വരുന്നുണ്ട്. ഇത് ചെറുതും അതുപോലെ തന്നെ വലുതും ഉണ്ട്. നമ്മുടെ നാടൻ മാങ്ങച്ചാറ്, ഡ്രൈ മാംഗോയും വരുന്നുണ്ട് അല്ലെ? അതെ അതെ. മാങ്ങ നമ്മള് വേനൽക്കാലത്ത് ഉണക്കി സൂക്ഷിക്കലാണ് പതിവ്. പിന്നെ ഇപ്പൊ നമുക്ക് എപ്പോഴാണെങ്കിലും ഉണക്കാലോ. നിങ്ങളുടെ ഡ്രയർ എടുത്ത സ്ഥിതിക്ക് എല്ലാ സീസണിലും ഇനി അവൈലബിൾ ആയിരിക്കും. ചേച്ചി നമ്മുടെ ഇടുന്ന ഡ്രയർ സംഭവമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ മെഷീൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലോ? ഇതാണ് ചേച്ചിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ മെഷീൻ ഹബ് എന്നുള്ള മെഷീൻസ് എല്ലാം തന്നെ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ എണ്ണ എടുത്ത മെഷീനാണ്, കൊപ്ര ആട്ടി എണ്ണയാക്കുന്ന മെഷീനാണ്. അതുപോലെ തന്നെ പല മെഷീൻസ് വരുന്നുണ്ട്. നമ്മുടെ കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീനാണ്. പിന്നെ ഇത് വരുന്നത് ഫ്ലവർ മില്ലിക്ക് വേണ്ടിയിട്ട് ചേച്ചി മുളക് സംഭവം പൊടിപ്പിക്കാൻ വേണ്ടി എടുത്തുള്ള മെഷീനാണ്. അതുപോലെ തന്നെ ഇവിടെയും പൊടിപ്പിക്കുന്ന ചെറിയൊരു മെഷീൻ വരുന്നുണ്ട്, പൊടിപ്പിക്കുന്ന മെഷീനാണ്. ഇത് പിന്നെ തേങ്ങ ചെരുക്കുന്ന മെഷീനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഡ്രയറാണ്. അപ്പം മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഒരേപോലെ നമുക്ക് എല്ലാവിധ സാധനങ്ങളും ഉണക്കാൻ പറ്റുന്ന അടിപൊളി ഡ്രയറാണ്. ഇതിൽ നമുക്ക് എല്ലാവിധ സാധനങ്ങളും ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. പച്ചക്കറികൾ, പഴങ്ങൾ, നാളികേരം, എന്ത് സാധനങ്ങളും നമ്മുടെ ഈ ഡ്രയറിൽ ഉണക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതൊക്കെ ചേച്ചിന് യൂസ് ചെയ്യാനായിട്ട് പോകുന്നേ ഉള്ളൂ. പിന്നെ വരുന്നത് ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി ചെയ്യുന്നത് പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാക്കിംഗ് മെഷീനാണ്. ഹൊറിസോണ്ടൽ ബാൻഡ് ഫിയർ വരുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ചേച്ചി എടുത്തിട്ടുള്ളത് നമ്മുടെ റോസ്റ്റർ മെഷീനാണ്, അരി വറക്കുന്ന മെഷീനാണ്. ഈ എല്ലാ മെഷീൻസും ചേച്ചി നമ്മുടെ മെഷീൻ ഹബിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്.
നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഫ്ലവർ മില്ലോ ഓയിൽ മില്ലോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മെഷീൻ ഹബിനെ ഡയറക്റ്റ് വിളിച്ച് കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്ത് നൽകുന്നതാണ്. അപ്പോൾ മെഷീൻ ഹബിനെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചേച്ചി, ഈ അച്ചാറിന്ന് മാറി ഇത്രയും ഒന്ന് വിപുലീകരിച്ച് തുടങ്ങാന്നുള്ള പ്ലാന് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നത്? അങ്ങനെ പറയുമ്പോൾ ഞാൻ തുടക്കം തൊട്ട് പറയണം. ഞാൻ സംരംഭം തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ആകെ +2 വരെ വിദ്യാഭ്യാസമുള്ളൂ, തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അങ്ങനെ വന്നപ്പോൾ എന്തെനിക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ മോളുടെ ഭാവി സുരക്ഷിതമാക്കാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ചപ്പോഴാണ് എനിക്കൊരു ബിസിനസ് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്നുള്ള ചിന്തയിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ എനിക്കുള്ള കഴിവ് ഞാൻ എന്നോട് തന്നെ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ ഇരുന്ന് സ്വയം സംസാരിച്ച് വന്നപ്പോൾ എനിക്ക് പാചകം നന്നായി അറിയാം. അപ്പം ഞാൻ അതെന്തുകൊണ്ട് വിപുലീകരിച്ചൊരു ബിസിനസ്സിലേക്ക് വന്നൂടാ. അപ്പോൾ എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്ന അറിയില്ല. ആദ്യം നമ്മുടെ വാട്സപ്പിലുള്ള കുറച്ച് പേർക്കാണ് നമ്മൾ ആദ്യമായിട്ട് അച്ചാർ ഇട്ട് കൊടുത്തത്. 500 രൂപയിൽ 5 അച്ചാർ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത്. 500 രൂപയിൽ തുടങ്ങി. അതും എൻ്റെ മോൾക്ക് 28 ദിവസം പ്രായമുള്ളത്, ഡെലിവറി കഴിഞ്ഞ് 28ാമത്തെ ദിവസം തുടങ്ങിയ സംരംഭമാണ്. അങ്ങനെ ഡെവലപ്പായി വാങ്ങിച്ച ഒരു മൗത്ത് പബ്ലിസിറ്റി വഴിയും സോഷ്യൽ മീഡിയ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി തന്നെയാണ് ഞാൻ ഇപ്പോഴും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാങ്ങിയ കസ്റ്റമേഴ്സ് ഇങ്ങനെ ഡബിളായി അതെ. പിന്നെ ഒരു യൂട്യൂബർ വന്ന് നമ്മുടെ വീഡിയോ എടുത്തു. അത് നല്ല എല്ലാ ജനങ്ങളും നമ്മളെ നെഞ്ചിലേറ്റി കാന്താരീസ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ എല്ലാവരും സ്വീകരിച്ചു. മായമില്ലാത്ത അച്ചാറുകളായിരുന്നു തുടക്കം. അത് 5 എന്നുള്ളത് ഇപ്പൊ നമുക്ക് 50 അച്ചാറുകളിൽ എത്തി നിൽക്കുന്നു. പ്ലസ് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ചിപ്സുകളും ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു അടുക്കളയ്ക്ക് വേണ്ട എല്ലാ ഭക്ഷ്യവസ്തുക്കളും നമ്മൾ മായമില്ലാതെ എങ്ങനെ വീട്ടമ്മമാരിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ആശയമാണ് ഇപ്പൊ ഞാൻ പ്രാവർത്തികമാക്കാൻ പോകുന്നത്. യാതൊരുവിധ മായവും ഇല്ലാതെ ഷെൽഫ് ലൈഫോട് കൂടിയിട്ട് തന്നെ അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നി, നമുക്ക് ആദ്യം വെളിച്ചെണ്ണയെന്നോ പൊടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാമെന്ന് ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ ആ സുഹൃത്ത് ഇതുപോലെ തൃശ്ശൂരുള്ള മെഷീൻ ഹബ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് ഡ്രയർ എടുത്തിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞു. അപ്പം ഞാൻ അവിടെ വന്ന് വിസിറ്റ് ചെയ്തു. നിങ്ങളുടെ സ്ഥാപനം വിസിറ്റ് ചെയ്തത് വെച്ച് എനിക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് ഐഡിയകൾ വന്നു, മെഷീനുകളൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ എനിക്ക് വേണമെന്ന് തോന്നിയ കുറേ മെഷീനുകളൊക്കെ ബുക്ക് ചെയ്ത് വന്നു. സ്ഥാപനത്തിലേക്ക് മെഷീനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഒന്നുകൂടി ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇനി കാന്താരീസിൽ നിന്ന് പ്രതീക്ഷിക്കാം. മെഷീൻ ഹബിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ പുതിയ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോ അച്ചാറും ചിപ്സും മാത്രമല്ല, ഇനി അടുത്തത് മസാലകൾ അല്ലേ? മസാലപ്പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, സാമ്പാർ പൊടി മുതൽ എല്ലാ മസാലപ്പൊടികളും, കൂടാതെ തന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള കുറുക്ക് പൊടികൾ, റാഗി പൗഡർ, അതുപോലെ മുളപ്പിച്ച ധാന്യ പൊടികൾ, പുട്ടുപൊടി, അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കോൾഡ് പ്രോസസ്ഡ് കോക്കനട്ട് ഓയിൽ, വിർജിൻ കോക്കനട്ട് ഓയിൽ, അങ്ങനെ എല്ലാം നമ്മൾ ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. എടുത്തിട്ടുള്ളത് വലിയൊരു സ്പേസിലേക്ക് മാറിയതും അതിന് വേണ്ടിയിട്ടാണ്. എത്രയാണ് ചേച്ചിയുടെ ഒരു സ്റ്റോറി ആയിട്ട് വരുന്നത്? അപ്പൊ ചേച്ചി 500 രൂപയിൽ തുടങ്ങിയതാണ് ഈ ഒരു സംരംഭം. അപ്പൊ ഇന്ന് ഇവിടെ എത്തി നിൽക്കാണ് നമ്മുടെ മെഷീൻ ഹബിൽ. ഇത്രയധികം മെഷീൻസ് എടുത്ത് ഒരു എന്താ പറയാ ഒരു അടുക്കളയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി അത്രയും ക്വാളിറ്റിയോട് ഉണ്ടാക്കി നൽകുക എന്നുള്ള ആശയത്തിലാണ് ചേച്ചി ഇവിടെ ഈ ഒരു സംരംഭം ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുക. കാന്താരീസ് ആണ് ചേച്ചിയുടെ ബ്രാൻഡിങ്ങിന്റെ പേര് വരുന്നത്. അപ്പൊ ചേച്ചിയുടെ ഇൻസ്റ്റാ ഐ ഡി ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. നമ്പറും കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുത്തേക്കാം. അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ശുദ്ധമായിട്ടുള്ള അച്ചാർ സംഭവങ്ങളൊക്കെ മേടിക്കുക എന്നുള്ളതാണ്. അതും ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും സംരംഭം തുടങ്ങണം, മെഷീൻസ് കാര്യങ്ങൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മെഷീൻ ഹബിനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ മെഷീൻസും നമ്മൾ ചെയ്ത് നൽകുന്നുള്ളതാണ്. ഫ്ലവർ മില്ലോ ഓയിൽ മില്ലോ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ കട്ടറോ അല്ലെങ്കിൽ ഡ്രയറോ എന്ത് സംഭവം വേണമെന്നുണ്ടെങ്കിലും നമ്മളെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മെഷീൻ ഹബിലും ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി കാര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും മെഷീൻസ് എല്ലാം തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്ഥാപനത്തിന്റെ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.